ഹോസ്പിറ്റലും ചുറ്റുവട്ടത്തുമൊക്കെ തിരക്കി, ഒരു വിവരവും ഇല്ല. നീ ഇങ്ങോട്ട് വാ, ഞാൻ വീട്ടിലുണ്ട്. ഇല്ലടാ, പുള്ളി പോകാറുള്ള സ്ഥലത്തെല്ലാം നോക്കി, ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനും എല്ലാം നോക്കി, ഫോട്ടോയും കാണിച്ചു നോക്കി, പക്ഷെ ആരും പുള്ളിയെ കണ്ടിട്ടില്ല. നീ ഒന്നിനും നിൽക്കണ്ട, തോമസിൻ്റെ അടുത്തേക്കാ, നമുക്ക് ഒന്നിച്ച് നോക്കാം. എടാ, ടവർ ലൊക്കേഷൻ വെച്ച് നോക്കിയപ്പോൾ ലാസ്റ്റ് സിഗ്നൽ കാണിച്ചത് കുമരകത്താണ്. അവിടെ ഒരു പഴയ വീടിൻ്റെ അഡ്രസ്സ് കിട്ടിയിട്ടുണ്ട്. മാധവൻ സാറേ, മാധവൻ സാറേ, മാധവൻ സാറേ, അയ്യോ, മാഷ നിങ്ങളെ മനസ്സിലായില്ലേ? എന്നാണ് ഞാനും കൂടി ഇവിടെ നിൽക്കുന്നത്? സ്കൂള് വിട്ട് പിള്ളേരെല്ലാം പോയല്ലോ, നീയൊക്കെ എന്തിനാണ് ഇവിടെ നിന്ന് കറങ്ങുന്നത്? അതെങ്ങനാ? നാട്ടുകാർക്കും വേണ്ട, വീട്ടുകാർക്കും വേണ്ട. കല്ലിപ്പൊളികൾ 4 എണ്ണം ഉണ്ട്, മനസ്സിലായോ? കല്ലിപ്പൊളിത്തരം കൊണ്ട് നിനക്കൊന്നും ജീവിതത്തിൽ ഒരു ഗുണവും ഉണ്ടാകാൻ പോണില്ലടാ. കല്ലിപ്പൊളികളെ ഓടാ, ഓടാ. നിങ്ങൾ ആ തല്ലിപ്പൊളി കൂട്ടത്തിലുള്ള 4 പേരായിരുന്നു അല്ലേ? മാഷെന്ന് തള്ളി പറഞ്ഞ തല്ലിപ്പൊളിയായ ഞങ്ങൾ 4 പേര് ഇന്ന് ഡോക്ടർമാരായി. നിന്നെയൊക്കെ ഞാൻ ശിക്ഷിച്ചപ്പോൾ എനിക്കറിയാമായിരുന്നു നീയൊക്കെ നന്നാവുമെന്ന്, വലിയവരാകുമെന്ന്. ഇന്നിപ്പോ എനിക്കാരുമില്ലാതായി, ഇവിടെ ഇങ്ങനെ ഒറ്റപ്പെട്ട് കഴിയുക. സാറ് വിഷമിക്കണ്ട സാർ, ഇനി സാറിന് ഞങ്ങളുണ്ട്, ഞങ്ങൾ സാറിനെ നോക്കിക്കോളാം. ഈ മരുന്നൊക്കെ അങ്ങ് മാറ്റിയേരെ, മാഷിനെ ഞങ്ങൾ നോക്കിക്കോളാം. തിരക്കുകളിലോട്ട് ഒതുങ്ങിപ്പോയ ഞങ്ങളുടെ ചെറിയ ലോകത്തേക്ക് സ്നേഹത്തിൻ്റെ ഒരു വലിയ വെളിച്ചമായി ഞങ്ങൾ അദ്ദേഹത്തെ വീണ്ടും കൂട്ടിക്കൊണ്ടുവന്നു. ഇപ്പോൾ ഒരു കാര്യം ഉറപ്പായി, ഈ ഭൂമിയിലെ ഏറ്റവും വലിയ സമ്പാദ്യം പണമല്ല, പകരം നമ്മെ സ്നേഹിച്ച, നമ്മെ നമ്മളാക്കിയ നമ്മുടെ ഗുരുക്കന്മാരെ തിരികെ ജീവിതത്തിലേക്ക് ചേർത്ത് പിടിക്കാൻ കഴിയുന്ന ആ നിമിഷമാണ്. ആ നിമിഷത്തിൻ്റെ സന്തോഷത്തിലാണ് ഞങ്ങളിപ്പോൾ. ഓർമ്മകളുടെ ഈ ഓണക്കാലത്ത് നമ്മളെ നമ്മളാക്കിയ ആ ഗുരുനാഥന്മാർക്ക് മുന്നിൽ സ്നേഹത്തോടെ ഹാപ്പി ഓണം.